ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് കേക്ക് പോപ്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്യാനെ കൊണ്ട് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാറില്ലേ, അതുപോലെ കട്ട് ചെയ്ത് മാറ്റിയ കുറച്ച് കേക്കിൻ്റെ കഷ്ണങ്ങളാണിത്. ഇതുപയോഗിച്ചാണ് ഞാനിന്ന് കേക്ക് പോപ്സ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടി മെൽറ്റ് ചെയ്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ കേക്ക് പീസസ് മിക്സി ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കുറേ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ചോക്ലേറ്റ് എങ്ങനെയാണ് ഉരുക്കിയെടുക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് അതുപോലെ ഇതൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരുന്ന കേക്ക് ക്രംസ് കുറേശ്ശെ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് ചോക്ലേറ്റും കൂടി ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ക്രംസ് കുറേശ്ശെ എടുത്ത് ഒന്ന് ഉരുട്ടി ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് പോപ്പ് സ്റ്റിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾക്ക് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. ഇനി ഓരോ പോപ്പ് സ്റ്റിക്ക് വീതം എടുത്ത് അതിൻ്റെ അറ്റം ഉരുക്കിയ ചോക്ലേറ്റിലേക്ക് ഒന്ന് തൊട്ടതിന് ശേഷം ഉരുട്ടി വെച്ചിരിക്കുന്ന കേക്ക് പോപ്സിലേക്ക് പതുക്കെ ഒന്ന് അമർത്തി ഉള്ളിലേക്ക് ഇറക്കി വെക്കണം. ഇപ്പം ഞാനിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇപ്പം ഞാനിത് ഫ്രിഡ്ജിൽ നിന്നും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നും ഉരുക്കിയ ചോക്ലേറ്റിലേക്ക് ഒന്ന് മുക്കിയെടുക്കണം. ഇനി നമുക്കിത് ഒരു ചെറിയ തെർമോക്കോൾ ഷീറ്റിലേക്ക് ഒന്ന് ഉറപ്പിച്ച് വയ്ക്കാം. ഇവിടെ ഞാനൊരല്പം വൈറ്റ് ചോക്ലേറ്റും കൂടി ഉരുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് ഡിസൈൻ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കേക്ക് പോപ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഡെക്കറേഷനും ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു കേക്ക് പോപ്പ് എടുത്ത് ഉരുക്കിയ ചോക്ലേറ്റിലേക്ക് ഒന്ന് തൊട്ടതിന് ശേഷം കുറച്ച് ഷുഗർ ബോൾസ് കൊണ്ട് ഇതൊന്ന് അലങ്കരിക്കുകയാണ്. ഇത് മുഴുവനായിട്ട് വേണമെങ്കിലും കവർ ചെയ്യാം കേട്ടോ. ഞാനിതിൻ്റെ മുകൾ ഭാഗം മാത്രമേ കവർ ചെയ്യുന്നുള്ളേ. അതുപോലെ തന്നെ വേറൊന്നും എടുത്തിട്ട് ചോക്ലേറ്റിലേക്ക് തൊട്ടിട്ട് ഇത് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് തൊട്ടൊന്ന് അലങ്കരിക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് പോപ്സ് നമ്മൾ അലങ്കരിച്ചെടുത്തിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവുമേ. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.